നമ്മുടെ തിരുവോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ദുരന്ത ദിനമാണ്. സ്പിരിച്വൽ എന്ന് വെച്ചാൽ നമ്മുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ മദ്യം, അതുകൊണ്ട് അതാണ് ഉദ്ദേശിച്ചത്. കാര്യം നമ്മുടെ കേരളത്തിലെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അബോധാവസ്ഥയിൽ അതല്ലെങ്കിൽ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് വഴുതി വീഴുന്ന ഒരു ദിനം. അങ്ങനെ ഒരു ഒരു ജനതയിൽ ഒരു നല്ലൊരു ശതമാനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അബോധാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ ദുരന്തമാണോ, ആഘോഷമാണോ, സന്തോഷത്തിന്റെ അവസരമാണോ? സന്തോഷത്തിനാണ് ഓണം എന്ന് പറയുന്നത്. ഓണമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ഓണമെന്നോ ആഘോഷമെന്നോ ആസ്വാദനമെന്നോ നമുക്ക് അറിയാൻ വയ്യാത്തതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഇപ്പൊ ഈ ട്രാഫിക് പോലീസ് നഗരത്തിലെ പ്രധാനപ്പെട്ട ചില ട്രാഫിക് കേന്ദ്രങ്ങളിലൊക്കെ ഈ വളരെ ബോധവൽക്കരണ സാരോപദേശ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ബോർഡിൽ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് ആസ്വദിക്കൂ, ആഘോഷിക്കരുതെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഓണം ആഘോഷിക്കണം, ക്രിസ്മസ് ആഘോഷിക്കണം, ബക്രീദ് ആഘോഷിക്കണം, അതേപോലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളെല്ലാം ആഘോഷിക്കണം. അതേപോലെ തന്നെ വരുന്ന ചില ദിവസങ്ങളൊക്കെ നമ്മളോട് ആഘോഷവും അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സന്ദേശങ്ങൾ കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ട്രാഫിക് പോലീസ് പറയുന്നു ആഘോഷിക്കരുതെന്ന് പറയുന്നു. അപ്പൊ ഈ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ബോധം കെടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ബോധാവസ്ഥയിൽ നിന്ന് അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ആഘോഷം എന്നുള്ള ഒരു പൊതുസങ്കല്പം നമ്മുടെ പൊതുവെ മലയാളികളിൽ മുഴുവൻ അത് നിറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാഫിക് പോലീസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, സംസ്ഥാനത്തെ നമ്മുടെ ഈ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട്, യാത്രക്കാരെ ഉപദേശിക്കാനായിട്ട്, അല്ലെങ്കിൽ യാത്രക്കാരുടെ ഡ്രൈവിങ്ങിനെ മനോഹരമാക്കാൻ വേണ്ടി എഴുതി വെച്ച സാധനമാണ്. ആസ്വദിക്കൂ, ആഘോഷിക്കരുത്. അപ്പൊ എന്താണ് ആസ്വാദനം എന്ന് അറിയില്ല, ആഘോഷം എന്താണെന്ന് അറിയില്ല, ട്രാഫിക് പോലീസിനും അറിയില്ല. അപ്പൊ ഇത് അറിയാത്ത ഒരു കാര്യം എങ്ങനെ ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള ഒരു വെല്ലുവിളി ട്രാഫിക് പോലീസ് നേരിടുന്നുണ്ട്. അപ്പൊ ആസ്വാദനം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് മാത്രമേ ആസ്വദിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു സമൂഹത്തിന് ഒന്നിച്ചിരിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ആസ്വാദനം അറിയുന്നത് വ്യക്തിയാണ്. അപ്പൊ ഒരു സമൂഹത്തിലെ വ്യക്തികൾ മുഴുവൻ ആസ്വാദനത്തിനെ അറിയും, ഒന്നിച്ചറിയും. ആ ഒന്നിച്ച വ്യക്തികൾ ആസ്വാദനത്തെ അറിയുന്ന അവസ്ഥയാണ് ആഘോഷം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആസ്വാദനം കൊണ്ട് അറിയുന്നത്? ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ നമ്മൾ കംപ്ലീറ്റ് മുഴുകി ഏർപ്പെടുന്ന ആ ഒരു പ്രക്രിയ, അതാണ് ആസ്വാദനം എന്ന് പറയുന്നത്. അപ്പം പൂർണ്ണമായിട്ടും മുഴുകി ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ബുദ്ധിയും ഇതെല്ലാം കൂടെ ഒരേ വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ച് നമ്മൾ ഇടപെടുന്നതിനാണ് ആസ്വാദനം എന്ന് പറയുന്നത്. മറ്റൊരു ചിന്തയും കടന്നു വരുന്നില്ല. ജാതിയോ മതമോ തത്വചിന്തയോ അതല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും കടന്നു വരുന്നില്ല. അപ്പൊ അവിടെ മനുഷ്യനായിട്ട് ആ മനുഷ്യന്റെ സ്വതസിദ്ധമായ ശേഷിയെല്ലാം കൂടെ മനോഹരമായിട്ട് ആസ്വദിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ മനുഷ്യന്റെ അവസ്ഥയെ ഓരോ വ്യക്തിയും അറിയുന്ന അവസ്ഥയാണ് ഈ ആസ്വാദനം എന്ന് പറയുന്നത്. അതെല്ലാ കാര്യങ്ങളിലും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഉപയോഗിക്കുക അല്ലെങ്കിൽ ലക്ക് ഇടുക എന്നുള്ള ഒരു സമവാക്യത്തിലേക്ക് മലയാളി എത്തിയിരിക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഈ അറിവ് നമുക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ പിന്നിൽ തീരുമാനമെടുക്കാൻ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കോ അറിയാമായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഔദ്യോഗികമായ ഓണാഘോഷം വേണ്ടാന്ന് വെക്കത്തില്ല. മാത്രമല്ല എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. കേരളം ഇപ്പൊ തന്നെ ഓണത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. പത്രങ്ങളൊക്കെ ഒരു കെട്ട് പത്രമായിട്ടാണ് രാവിലെ വീട്ടിൽ വരുന്നത്. കാര്യം 2ഉം 3ഉം 4ഉം 1-ാം പേജുകളൊക്കെയാണ്, അത്രയും പരസ്യങ്ങൾ. അപ്പം മാർക്കറ്റ് ഇതിനകം തന്നെ ഓണം ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഔദ്യോഗികമായിട്ട് ഇപ്പൊ ചില സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഓണസദ്യ നടത്തുന്നു, പക്ഷെ ഓണാഘോഷമില്ല. ഇത് വളരെ ഹിപ്പോക്രസി അല്ലേ? ഇത് വളരെ ഒരു കാപട്യമല്ലേ? നമ്മൾ എന്തിനാണ് ഈ കാപട്യം കാണിക്കേണ്ട ആവശ്യം? അപ്പൊ ഒരു ഓണത്തിന്റെ അല്ലെ ആഘോഷത്തിന്റെ അല്ലെ ഓണത്തിന്റെ സന്ദേശം അല്ലെ ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ഒന്നും വേണ്ട, ഓണത്തിന് സന്തോഷമായി. ആ കാരണമില്ലാതെ സന്തോഷത്തിലേക്ക് മനുഷ്യൻ എത്തി ഒന്നിച്ച് ആസ്വദിക്കുന്നു. ഒരു പന്തൽ എന്ന പോലെ കേരള സംസ്ഥാനത്തിലെ ജനങ്ങൾ ഒന്നിച്ച് എല്ലാവരും സന്തോഷത്തെ ഇലയിട്ട് സദ്യയുണ്ട്.
എല്ലാവരും ഒത്തുകൂടുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ എല്ലാ മനുഷ്യരുടെയും അല്ലെങ്കിൽ ഒരു സമൂഹം അതിന്റെ ആ, സമൂഹ സമൂഹം മൊത്തത്തിൽ ഒന്നിച്ച് മനസ്സും ബുദ്ധിയും എല്ലാം കേന്ദ്രീകരിച്ച് ഒരു ആം, ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ സമൂഹത്തിന് മുന്നേറാൻ പിന്നെ എന്താണ് വേണ്ടത്? അതേ വ്യക്തിക്ക് മുന്നേറാൻ എന്താ വേണ്ടത്? അപ്പൊ വ്യക്തിയും സമൂഹവും ഒക്കെ എങ്ങനെ മുന്നേറാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ട് സുഖകരമായിട്ട് എങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകാം എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു സന്ദർഭമാണ് ഈ ഓണം ആഘോഷം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കാരണം വേണ്ട, സന്തോഷിക്കാൻ കാരണം വേണ്ട. മലയാളിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ വിഷാദ രോഗം അല്ലെങ്കിൽ ഒരു മാനസിക രോഗം എന്ന് പറയുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ് എല്ലാത്തിലും ഏർപ്പെടുന്നത്. സന്തോഷിക്കാൻ വേണ്ടി മദ്യപിക്കുന്നു, അതുപോലെ സന്തോഷിക്കാൻ വേണ്ടി കൂട്ടുകൂടുന്നു, അതേപോലെ സന്തോഷിക്കാൻ വേണ്ടി സന്തോഷിക്കാൻ വേണ്ടിയാണ് ലൈംഗികതയെ പോലും ഉപയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. മറിച്ച് ചെയ്യുന്നതെല്ലാം സന്തോഷത്തിലാണെങ്കിൽ ആലോചിച്ച് നോക്കുക. ആ സന്തോഷത്തിലാവുമ്പോഴാണ് സർഗാത്മകമാകാൻ പറ്റുക. മറിച്ച് സന്തോഷത്തിന് വേണ്ടി ചെയ്യുമ്പോൾ വിഷാദ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ ചെയ്യുന്ന പ്രക്രിയകളെല്ലാം വരുന്നത്. അതാണ് ഒരു വിഷാദ രോഗത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. അവിടെയാണ് സകലവിധ സംഘർഷങ്ങളും വൃത്തികേടുകളും അരാജകത്വങ്ങളും വൈകൃതങ്ങളും ഒക്കെ ജനിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആഘോഷം എന്താണെന്നും ആസ്വാദനം എന്താണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണം എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ നമ്മൾ സന്തോഷിക്കുന്നു. അപ്പൊ സന്തോഷത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുക, അതാണ് ഓണം കൃത്യം വളരെ ലളിതമായിട്ട് പറയുന്നത്. മറിച്ച് സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഓരോ കാര്യത്തിൽ ഏർപ്പെടാതിരിക്കുക. അവിടെയാണ് ഈ വൃത്തികെട്ട അഴിമതികളും ഈ പറഞ്ഞതുപോലെ ആർത്തിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്താ പറയുക പടവെട്ടലും ഒക്കെ വരുന്നത് അവിടെയാണ്.